ഹൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മോഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാനൊരു ഒബ്ജക്റ്റ് വെർട്ടിക്കലി ത്രോൺ അപ്വേർഡ്സ്, അല്ലേ? നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ ബോൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ മേലോട്ടേക്ക് എറിയും. അതേപോലെ പിന്നെ ഒബ്ജക്റ്റ് ഈസ് വെർട്ടിക്കലി ത്രോൺ അപ്വേർഡ്സ്, അങ്ങനത്തെ മോഷന് നമ്മൾ വിളിക്കുന്ന പേര് മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്നാണ്, അല്ലേ? മോഷൻ അണ്ടർ ഗ്രാവിറ്റി, മോഷൻ അണ്ടർ അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൻ ആൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വെൻ ആ ബോഡി വെർട്ടിക്കലി ത്രോൺ അപ്വേർഡ്സ്, അങ്ങനത്തെ കേസിലുള്ള പിന്നെ മോഷനിൽ ഇക്വേഷൻസ് എന്താണ് വരിക, അല്ലേ? അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, ആക്സിലറേഷൻ എന്താണ്, അതിൻ്റെ ഗ്രാഫ്, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒരു സ്പെഷ്യൽ കേസായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ് പഠിച്ചതാണ്. ആ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. When an object is thrown vertically upwards, what will happen? അല്ലേ? Its motion is under the effect of gravity, അല്ലേ? അപ്പോൾ ഇത് മൂവ് ചെയ്യുന്നത് എന്താണ്? അണ്ടർ ദി എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റിയാണ് ഇത് മേലോട്ടേക്ക് പോകുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിലറേഷൻ എങ്ങോട്ടേക്കാണ്? ആക്സിലറേഷൻ വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു, ഇവിടെയുള്ള ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജി ആണ്, സ്മോൾ ജി ആണ്. സ്മോൾ ജിൻ്റെ വാല്യൂ നമുക്കറിയാം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളൊരു ബോഡി വെർട്ടിക്കലി, ഇവനെ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ്, അവിടെ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അത് എങ്ങോട്ടേക്കാണ്? വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അപ്പോൾ ഞാനിവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത് വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ഓക്കെ, ഞാനിവിടെ ബോള് വെർട്ടിക്കലി അപ്വേർഡ്സ് എറിയുന്നത് എന്താണ്? വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ടേക്കൺ ആസ് യു. ഇനീഷ്യൽ വെലോസിറ്റി യു നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളത്, അല്ലേ? വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അപ്വേർഡ്സ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ നമ്മൾ എങ്ങനെ എടുക്കണം? ആക്സിലറേഷൻ നെഗറ്റീവ് എടുക്കണം. കാരണം എന്താണ്? നമ്മൾ അപ്വേർഡ്സ് ഉള്ള ക്വാണ്ടിറ്റീസ് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡൗൺവേർഡ്സ് ഉള്ള ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യണം? നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. കാരണം ഈ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാലും വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലും വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. അതിന് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റീസ് നമ്മൾ മേലോട്ടേക്ക് പോസിറ്റീവ് എടുക്കുമ്പോൾ താഴോട്ടേക്കുള്ള ക്വാണ്ടിറ്റീസ് നമ്മൾ എന്തെടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? താഴോട്ടേക്കുള്ളത് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ മേലോട്ടേക്ക് എടുക്കുന്ന ക്വാണ്ടിറ്റീസ്, ഇപ്പം വെലോസിറ്റി മേലോട്ടേക്കാണ് നമ്മൾ എടുക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് മേലോട്ടേക്കാണ്, അല്ലേ? കാരണം എന്താണ്? നമ്മൾ നേരെ മുകളിലേക്ക് എറിയാണ്. സോ അപ്വേർഡ്സ് ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റി ഒക്കെ വരുന്നത്, അല്ലേ? അപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ആക്സിലറേഷൻ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കണം. ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി അപ്വേർഡ്സ് ആണ്. സോ നമ്മളത് പോസിറ്റീവായിട്ട് എടുത്തത് കൊണ്ട് ആക്സിലറേഷൻ നമുക്ക് എന്തെടുക്കാം? മൈനസ് ജി എന്ന് എടുക്കാം, അല്ലെ? മൈനസ് ജി. വെൻ an object throws vertically upwards, അപ്പോൾ വെർട്ടിക്കലി അപ്വേർഡ്സ് ഉള്ള മോഷനാണ് നമ്മൾ പറയുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, അവിടെയുള്ള ആക്സിലറേഷൻ മൈനസ് ജി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഫൈനൽ വെലോസിറ്റി എന്താണ്? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെറ്റർ വി എന്നാണ്. വി ഈസ് ഈക്വൽ ടു 0 ആണ്. എന്തുകൊണ്ടാണ് വി 0 ആയത്? നമുക്കറിയാം, നമ്മളൊരു ഒബ്ജക്റ്റ് മേലോട്ടേക്ക് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ, മേലോട്ടേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ഹയസ്റ്റ് പോയിന്റ് അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ല? ഹയസ്റ്റ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? താഴോട്ടേക്കാണ് വരുന്നത്. ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. വി ഈസ് ഈക്വൽ ടു എന്താണ്? വി ഈസ് ഈക്വൽ ടു 0 ആണ്. ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് പോയിന്റിലുള്ള വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു, ആക്സിലറേഷൻ മൈനസ് ജി, ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെയുള്ള ഹൈറ്റ് ഞാൻ h എന്ന് എടുക്കുകയാണ്. എത്ര എടുക്കുന്നത്? ഹൈറ്റ് h എന്ന് എടുക്കുകയാണ്.
ടൈം ടേക്കൺ നമുക്ക് ടി എന്ന് എടുക്കാം. ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു ടൈം ഈസ് ഈക്വൽ ടു ടി. ഹൈറ്റ് എത്രയാണ്? എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയാലോ, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. അതുപോലെ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ്? യു സ്ക്വയർ പ്ലസ് 2as ആണ്. വി സ്ക്വയർ ഈസ് ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2as. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതാണ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് കൈനമാറ്റിക്സ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഈ കേസസ്, ഈ വെർട്ടിക്കലി ത്രോൺ അപ്വേർഡ്സിൻ്റെ കേസസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി സ്ക്വയർ നമുക്ക് എന്ത് കൊടുക്കാം? വി ഈസ് ഈക്വൽ ടു 0 ആണ്. സോ 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ, നമ്മൾ യു സ്ക്വയറിനെയാണ് എടുത്തിട്ടുള്ളത്, യു സ്ക്വയർ മൈനസ്, അല്ല എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? ആക്സിലറേഷൻ മൈനസ് ജി ആണ്. സോ മൈനസ് 2g ഇൻറ്റു, അല്ലെ ആക്സിലറേഷന് മൈനസ് ജി എന്ന് കൊടുത്തു, എസ്സിന് എന്ത് കൊടുക്കണം? എച്ച് എന്ന് കൊടുക്കണം. സോ യു സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഈ മൈനസ് 2gh റൈറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവുന്നു? 2gh പ്ലസ് 2gh ആവുന്നു അല്ലേ. അപ്പോൾ 0 സ്ക്വയർ 0 ആണ് അല്ലേ. സോ എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g എന്ന് കിട്ടും. ശ്രദ്ധിക്കണേ, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. നമ്മൾ ഏത് ഇക്വേഷനാണ് എടുത്തത്? വി സ്ക്വയർ ഇസിക്കൽ യു സ്ക്വയർ പ്ലസ് 2as. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, ഹയസ്റ്റ് പോയിന്റിലുള്ള വെലോസിറ്റി എത്രയാണ്? 0 ആണ്. യു ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ആക്സിലറേഷൻ മൈനസ് ജി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? അവിടെയുള്ള ഹൈറ്റ് ആണ് എച്ച്. അപ്പോൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. അപ്പോൾ നമുക്ക് മാക്സിമം ഹൈറ്റ് കിട്ടി അല്ലേ. നമ്മൾ വെർട്ടിക്കലി ത്രോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹൈറ്റ് ഇത് ട്രാവൽ ചെയ്യും. ഇനി നമുക്ക് വേണമെങ്കിൽ ടൈം കണ്ടുപിടിക്കാം അല്ലേ. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ. ഈ ഇക്വേഷനിൽ നമുക്ക് വി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തൂടെ? ഫൈനൽ വെലോസിറ്റി ഹയസ്റ്റ് പോയിന്റിൽ 0 അല്ലേ. ഈസ് ഈക്വൽ ടു യു മൈനസ് ജി ടി എന്ന് കിട്ടും. അപ്പോൾ യു ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? യു ഈസ് ഈക്വൽ ടു ഈ മൈനസ് ജി ടി റൈറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് യു ഈസ് ഈക്വൽ ടു ജി ടി എന്ന് കിട്ടും. അപ്പോൾ ടൈം ടേക്കൺ ടി ഈസ് ഈക്വൽ ടു എന്താണ്? ഈ ജി ഇങ്ങോട്ടേക്ക് വരും, യു ബൈ ജി എന്ന് കിട്ടും. അപ്പോൾ ടൈം ടേക്കൺ എത്രയാണ്? നമ്മൾ മേലോട്ടേക്ക് എറിയുമ്പോൾ if a body is thrown vertically upwards, what is the time taken? T is equal to u divided by g. What is the height achieved by the body? H is equal to u square divided by 2g. അപ്പോൾ നമ്മൾ എന്തിൻ്റെ കേസാണ് പറയുന്നത്? when a ball is thrown vertically upwards, ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. ഇനി ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഫോഴ്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം, ഫോഴ്സ് ഈസ് ഈക്വൽ ടു എഫിൻ്റെ ഇക്വേഷൻ എന്താണ്? എം എ ആണ്. എഫ് ഈസ് ഈക്വൽ ടു എം എ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ എന്താണ്? വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. അത് എത്രയാണ്? ജി ആണ്, മൈനസ് ജി ആണ്. സോ മൈനസ് ഇൻറ്റു എം ജി എന്ന് കിട്ടും. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? താഴോട്ടേക്കാണ്. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ താഴോട്ടേക്കാണ്. സോ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ്സ് ആണ് അല്ലേ. എന്ത് ഫോഴ്സാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് നമ്മൾ താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്. അത് എത്രയാണ്? എം എയിൽ നമ്മൾ ജി ആക്സിലറേഷന് മൈനസ് ജി കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എന്ന് കിട്ടും. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി. സോ വെർട്ടിക്കലി അപ്വേർഡ്സ് നമ്മൾ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ, അവിടെയുള്ള ഫോഴ്സ്, ഹയസ്റ്റ് പോയിന്റിലുള്ള വെലോസിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി 0യും എന്നാൽ ആക്സിലറേഷൻ 0 അല്ലാത്ത ഒരു കണ്ടീഷൻ, അങ്ങനെ ഒരു മോഷൻ ഉണ്ടോ? Is it possible for a motion with velocity is equal to 0 and acceleration is not 0? അങ്ങനെ ഒരു മോഷൻ പോസിബിൾ ആണോ? നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് ആക്സിലറേഷൻ. അപ്പോൾ വെലോസിറ്റി ഇല്ലെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവോ? നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് നമ്മൾ മനസ്സിലാകുന്നത്? ആക്സിലറേഷൻ, അങ്ങനെ ഒരു മോഷൻ പോസിബിൾ അല്ല. വെലോസിറ്റി 0 ആയിട്ട് ആക്സിലറേഷൻ ഉള്ള ഒരു മോഷൻ പോസിബിൾ അല്ല. പക്ഷേ അങ്ങനെ മോഷൻ ഉണ്ട്. ഏത് മോഷനാണ്? അറ്റ് ഹയസ്റ്റ് പോയിന്റിൽ. ശ്രദ്ധിക്കണേ, നമ്മളൊരു ബോഡി ത്രോ ചെയ്തിട്ട് ഹയസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആണ്. പക്ഷേ അവിടെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. ഇവിടെയുള്ള ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ജി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡൗൺവേർഡ്സ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം. 1 വേർഡ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിച്ച് കണ്ടിട്ടുണ്ട് അല്ലേ. ഏത് കേസാണ്? ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ആക്സിലറേഷൻ ഈസ് നോട്ട് 0, ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് വെൻ എ ബോഡി വെർട്ടിക്കലി ത്രോൺ അപ്വേർഡ്സ് അല്ലേ. ഇനി വെൻ എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്, ആ കേസ് ഒന്ന് നോക്കാം അല്ലേ. സെക്കൻഡ് കേസാണ്.
ഇത് ഫസ്റ്റ് കേസ് ആയിട്ട് നമുക്ക് എടുക്കാം. സെക്കൻഡ് കേസ് എന്താണ്? വെൻ എ ബോഡി ഡ്രോപ്ഡ് അല്ലെ, ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. ഒരു ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യാണ്. ഇത് ഗ്രൗണ്ടാണ്, താഴെ എന്താണ്? ഗ്രൗണ്ടാണ്. നമ്മൾ ഈ ഹൈറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ബോഡി ഡ്രോപ്പ് ചെയ്യുന്നത്. നമുക്ക് ഹൈറ്റ് എച്ച് ആയിട്ട് തന്നെ എടുക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ അപ്വേർഡ്സ് ത്രോ ചെയ്തപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ച് താഴോട്ടേക്ക് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ബോഡി മേലോട്ടേക്ക് ത്രോ ചെയ്തപ്പോൾ ഉള്ള ഫൈനൽ വെലോസിറ്റിയാണ് ഒരു ബോഡി നമ്മൾ താഴോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോഴുള്ള ഇനീഷ്യൽ വെലോസിറ്റി. ശ്രദ്ധിക്കണേ, നമ്മളൊരു ബോള് വെർട്ടിക്കലി അപ്വേർഡ്സ് എറിഞ്ഞപ്പോഴുള്ള ഫൈനൽ വെലോസിറ്റിയാണ് വെൻ എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. ഒരു ഹൈറ്റിൽ നിന്ന് നമ്മൾ ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പോഴുള്ള ഇനീഷ്യൽ വെലോസിറ്റി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഫൈനൽ വെലോസിറ്റി 0 ആണല്ലേ ഹയസ്റ്റ് പോയിന്റിൽ. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം നമ്മൾ മേലോട്ടേക്ക് എറിഞ്ഞപ്പോഴുള്ള ഫൈനൽ വെലോസിറ്റി ആണെന്ന് രണ്ടാമത്തെ കേസിൽ, അതായത് ഒരു ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യുമ്പോഴുള്ള ഇനീഷ്യൽ വെലോസിറ്റി. സോ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് നമുക്ക് കിട്ടി? 0 ആണ് കിട്ടി. കാരണം നേരത്തെ ഫൈനൽ പോയിന്റിൽ അല്ലേ, ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഇവിടെ നമുക്കറിയാം ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. ഹൈറ്റ് നമ്മൾ എച്ച് ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. ഹൈറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? എച്ച് ആണ്. ഹൈറ്റ് എന്താണ്? എച്ച് ആണ്. താഴോട്ടേക്ക് എറിയുമ്പോൾ ഹൈറ്റ് എച്ച് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 2 ഇക്വേഷൻസ് കൊണ്ടുവരാം. ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി അല്ലേ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇവിടെ എസിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഹൈറ്റ് ആണ് ഇവിടെ അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഹൈറ്റ് ആണ്, എച്ച് ആണ്. യു ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. സോ 0 ഇൻറ്റു ടി മൈനസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ. എ ഇസ് ഈക്വൽ ടു ഞാൻ എന്ത് കൊടുത്തു? മൈനസ് ജി എന്ന് കൊടുത്തു. ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അത് ഡൗൺവേർഡ്സ് ആണ്. സോ മൈനസ് ജി എന്ന് കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ താഴോട്ടേക്കുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം നെഗറ്റീവായിട്ട് എടുക്കണം. സോ താഴോട്ടേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് അതും എന്താണ്? നെഗറ്റീവാണ്. സോ മൈനസ് എച്ച് എന്ന് കൊടുക്കണം അല്ലേ. നമ്മൾ നേരത്തെ മേലോട്ടേക്കുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ എന്തിട്ടുണ്ട്? പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ താഴോട്ടേക്കുള്ള ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യാണ്? നെഗറ്റീവായിട്ട് എടുക്കുകയാണ്. സോ മൈനസ് എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഹാഫ് ഇൻറ്റു ജി ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? മൈനസ് മൈനസ് ക്യാൻസൽ ആയിപ്പോയി. 0 ഇൻറ്റു ടി 0 ആണല്ലോ. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ അല്ലേ. 0 ഇൻറ്റു ടി 0 ആണ്. അതിനുശേഷം മൈനസ് മൈനസ് ക്യാൻസൽ ആയി. എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. സോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2h ഡിവൈഡഡ് ബൈ ജി. അല്ലെങ്കിൽ ടി ഇസ് ഈക്വൽ ടു അല്ലേ, ടി സ്ക്വയർ 2h ഡിവൈഡഡ് ബൈ ജി ആണെങ്കിൽ ടി ഇസ് ഈക്വൽ എത്രയായിരിക്കും? റൂട്ട് ഓഫ് 2h ഡിവൈഡഡ് ബൈ ജി. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എന്തെടുക്കണം? റൂട്ട് എടുക്കണം. ടൈം ഓഫ് അല്ലേ, ടൈം കാണണമെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? റൂട്ട് ഓഫ് 2h ഡിവൈഡഡ് ബൈ ജി. അപ്പം നമ്മളൊരു ബോള് ഒരു ഹൈറ്റിൽ നിന്ന് താഴോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എടുക്കുന്ന സമയം എന്തിനേക്കാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതിൻ്റെ ഹൈറ്റിനെയും പിന്നെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് ഇക്വേഷൻ? റൂട്ട് ഓഫ് 2h ഡിവൈഡഡ് ബൈ ജി. ഇനി വേറെ ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സിലുള്ള വേറെ ഇക്വേഷൻ ആണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കേസസ് കൊണ്ടുവരാം. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെലോസിറ്റിക്ക് നമുക്ക് വി സ്ക്വയർ എന്ന് തന്നെ കൊടുക്കാം. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനി 2 ഇൻറ്റു മൈനസ് ജി അല്ലേ. സോ മൈനസ് 2g ഇൻറ്റു എസ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടേക്ക് ആയതുകൊണ്ട് മൈനസ് ആയിട്ട് എടുക്കാം. സോ മൈനസ് മൈനസ് എന്തായി പോയിട്ടുണ്ട്? ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh അല്ലെ. മൈനസ് മൈനസ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എന്താ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh അല്ലേ. സോ എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? എച്ച് ഈസ് ഈക്വൽ ടു ഈ 2g ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെ മോഷൻ അണ്ടർ ഗ്രാവിറ്റി നമ്മൾ സോൾവ് ചെയ്യുന്നത് ബൈ ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള കേസസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല. ആ കേസസ് ശ്രദ്ധിച്ചാൽ മതി. നേരത്തെ നമ്മൾ മേലോട്ടേക്ക് എറിഞ്ഞപ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആയിരുന്നു. ഇവിടെയുള്ള ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൈനസ് ജി ആണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ രണ്ടാമത്തെ കേസിൽ നമ്മളൊരു ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. കാരണം ഒന്നാമത്തെ കേസിലെ ഫൈനൽ വെലോസിറ്റിയാണ്, രണ്ടാമത്തെ കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി. അതേപോലെ നമ്മളൊരു ബോൾ മേലോട്ടേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ടൈം ഓഫ് അസെൻഡ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻഡ് ആണ് അല്ലേ. ഒരു ബോൾ വെർട്ടിക്കലി നമ്മൾ മേലോട്ടേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ടൈം ഓഫ് അസെൻഡ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻഡ് ആണ്. അതായത് മേലോട്ടേക്ക് എത്താൻ എടുക്കുന്ന സമയവും ഹയസ്റ്റ് പോയിന്റിൽ എത്താൻ എടുക്കുന്ന സമയവും അതേപോലെ തിരിച്ച് താഴോട്ടേക്ക് വരുന്ന താഴെ ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന സമയവും എന്താണ്? ഈക്വൽ ആണ്.
അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലേ. ടൈം ഓഫ് അസെൻഡ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മോഷൻ അണ്ടർ ഗ്രാവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അതായത് നമ്മളൊരു ബോൾ മേലോട്ടേക്ക് എറിയുന്നു, അതിനുശേഷം അല്ലേ ഇറ്റ് റിട്ടേൺസ് ബാക്ക് ടു ദി ഗ്രൗണ്ട്, തിരിച്ച് ഗ്രൗണ്ടിൽ തന്നെ എത്തിച്ചേരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക നോക്കുക അല്ലേ. വെൻ എ ബോൾ വെർട്ടിക്കലി ത്രോൺ അപ്വേർഡ്സ് അല്ലേ, വെൻ എ ബോൾ അല്ലെങ്കിൽ ബോഡി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് എന്ത് വേണമെങ്കിലും പറയാം നമുക്ക് അല്ലേ. വെൻ എ ബോൾ vertically thrown upwards and returns back to the ground. Okay, returns back to the ground. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഗ്രാഫ് വരച്ചു നോക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ്, അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കാം, എക്സ് ടി ഗ്രാഫ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ബോൾ മേലോട്ടേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഹയസ്റ്റ് പോയിന്റിൽ എത്തുന്നു അല്ല, അവിടെ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്, തിരിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ടിൽ എത്തുന്നു. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ ഗ്രാവിറ്റേഷൻ അല്ലേ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അല്ലെങ്കിൽ അത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതെന്താണ്, ഒരു യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണ്. നമ്മളൊരു ബോൾ താഴോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് മോഷനാണ്, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനാണ്. നേരത്തെ നമ്മൾ മേലോട്ടേക്ക് എറിയുന്നതാണെങ്കിൽ എന്താണ്, യൂണിഫോം ഡി ആക്സിലറേറ്റഡ് മോഷനാണ് അല്ലേ. ആക്സിലറേഷൻ എന്താവും, നെഗറ്റീവ് ആവും, റിട്ടാർഡേഷൻ ആണ്. സോ ഇത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആയതുകൊണ്ട് പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരിക, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, കർവായിട്ടാണ് വരുന്നത് അല്ലെ, കർവായിട്ടാണ് വരുന്നത്. അതേപോലെ ഹയസ്റ്റ് പോയിന്റിൽ എത്തിയതിന് ശേഷം നമ്മൾ മേലോട്ടേക്ക് എറിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് ഹയസ്റ്റ് പോയിന്റിൽ എത്തുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വരുന്നു അല്ലേ, തിരിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ടിലേക്ക് വരുന്നു. സോ ദിസ് ഈസ് എ പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്ട്രൈറ്റ് ലൈൻ അല്ല, ഇതെന്താണ്, ഒരു കർവായിട്ടാണ് വരുന്നത്. കാരണം എന്താണ്, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ഒരു കേർവാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമുക്കറിയാം ഇതൊരു യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനാണ്. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ കേസിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ മേലോട്ടേക്ക് എറിയുമ്പോൾ എന്താ ചെയ്യുന്നത്, മേലോട്ടേക്ക് എറിയുമ്പോൾ വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെലോസിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കുറഞ്ഞ് ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ വെലോസിറ്റി എന്താവുന്നു, വെലോസിറ്റി 0 ആവുന്നു. ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആവുന്നു. വീണ്ടും പിന്നെ താഴോട്ടേക്കാണ് വരുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വെലോസിറ്റി. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സോ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. നെഗറ്റീവിലേക്കും പോകും, കാരണം എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പിന്നെ എന്താണ്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയാണ്. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് when a body is projected upwards and returns back to the ground. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതെന്താണ്, പൊസിഷൻ ടൈം ഗ്രാഫാണ്. സോ ഇവിടെ വെലോസിറ്റി ആദ്യം എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്ത് 0 ആവുന്നു. പിന്നെ വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു, വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇത് ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, മോഷൻ അണ്ടർ ഗ്രാവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. A ball is thrown vertically upwards with a velocity of 20 meters per second from the top of a multi-storied building. The height of the point from where the ball is thrown is 25 meters from the ground. How high will the ball rise? Take a g is equal to 10 meters per second square. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഒരു ഫിഗർ റഫായിട്ട് വരക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക. കാരണം ഫിഗർ വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യും, കൺസെപ്റ്റ് പെട്ടെന്ന് ക്ലിയർ ആവും. എന്താണ് ചോദിച്ചിരിക്കുന്നത്, പിന്നെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബോൾ ത്രോ ചെയ്യുന്നത് ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നാണ്. സപ്പോസ് ഇതൊരു ബിൽഡിംഗ് ആണ്. ഓക്കെ, ഇതിൻ്റെ ടോപ്പിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ബോൾ ത്രോ ചെയ്യുന്നത്, മേലോട്ടേക്ക് ത്രോ ചെയ്യുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദി ഹൈറ്റ് of the point from where the ball is thrown is 25 meters. അല്ലേ, മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്, ദി ഹൈറ്റ് ഓഫ് ദി പോയിന്റ് ഫ്രം വെയർ ദി ബോൾ ഈസ് ത്രോൺ. ബോൾ എവിടെ നിന്നാണ് ത്രോ ചെയ്തിട്ടുള്ളത്,
ടോപ്പ് ഓഫ് ദി മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അവിടത്തേക്ക് ഗ്രൗണ്ട് എന്നുള്ള ഡിസ്റ്റൻസ് അല്ലെ, ഗ്രൗണ്ട് എന്നുള്ള ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദി പോയിന്റ് ഫ്രം വേർ ദി ബോൾ ഈസ് ത്രോൺ ഈസ് 25 മീറ്റർ ഫ്രം ദി ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് ബോൾ എറിഞ്ഞിടത്തിലേക്കുള്ള ഹൈറ്റ് എത്രയാണ്? 25 മീറ്റർ ആണ്. ശ്രദ്ധിക്കണേ, ഗ്രൗണ്ടിൽ നിന്ന് ബോൾ എറിഞ്ഞിടത്തിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ, ഹൈറ്റ് എത്രയാണ്? 25 മീറ്റർ ആണ്. ഇനി നമ്മളോട് പറഞ്ഞു എന്തെന്ന്, ഹൗ ഹൈ വിൽ ദി ബോൾ റൈസ്, എത്ര ഹൈറ്റിൽ ബോൾ റൈസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രം ദി ഗ്രൗണ്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല നമ്മളോട് പറഞ്ഞിട്ടുണ്ട് G is equal to 10 meter per second square. അതും നമ്മളോട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ബോൾ എറിയുന്ന കേസിൽ നമ്മൾ ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫൈനൽ വെലോസിറ്റി എന്താണ്? ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആണ്. ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. കാരണം എന്താണ്? ഹയസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? നമ്മൾ എറിയുമ്പോഴുള്ള വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി V ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു G ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് എന്താണ്? V സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമ്മളെ ഇക്വേഷൻ ആണ് V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2as. ഇവിടെ ഫൈനൽ വെലോസിറ്റി 0 ആണ് അല്ലേ. സോ 0 സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 20ന്റെ സ്ക്വയർ ആണ് പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്താണ് എടുക്കുന്നത്? മൈനസ് G ആണ് എടുക്കുന്നത് അല്ലേ. സോ മൈനസ് ഓഫ് 2 ഇൻറ്റു 10 ഇൻറ്റു S നമുക്കറിയില്ല, നമുക്ക് S എന്ന് തന്നെ കൊടുക്കാം അല്ലേ. സോ V സ്ക്വയർ ഈസ് ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2as. U സ്ക്വയറിന് നമ്മൾ 20 സ്ക്വയറിന് കൊടുത്തു. മൈനസ് എവിടെ നിന്ന് വന്നത്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് G ആണ് അല്ലേ. താഴോട്ടേക്കാണ്. നമ്മൾ മേലോട്ടേക്ക് എറിയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ പോസിറ്റീവ് എടുക്കുമ്പോൾ താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ആക്സിലറേഷൻ ഒക്കെ നിങ്ങൾ എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം അല്ലേ. സോ നമുക്ക് 20 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 10 ഇൻറ്റു S കിട്ടി. സോ ഈ മൈനസ് 2 ഇൻറ്റു 10 ഇൻറ്റു S നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 10 ഇൻറ്റു S ഈസ് ഈക്വൽ ടു 20 സ്ക്വയർ ഈസ് ഈക്വൽ എത്രയാണ്? 400 ആണ്. 20ന്റെ സ്ക്വയർ നമുക്കറിയാം എത്രയാണ്? 400 ആണ്. സോ S ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? 400 ഡിവൈഡഡ് ബൈ അല്ലേ, ഈ 2 ഇൻറ്റു 10 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു എന്താവും? ഡിവൈഡഡ് ബൈ ആവും. സോ 400 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 എത്രയാണ്? 20 ഈസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 3 20 മീറ്റർ. എന്താണ് ഈ 20 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ടോപ്പ് ഓഫ് എ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് എന്ന് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഹയസ്റ്റ് പോയിന്റിൽ അച്ചീവ് ചെയ്തതിന് ശേഷം അവിടെ എടുക്കുന്ന ഹൈറ്റാണ് അല്ല, ആ ബോൾ എടുക്കുന്ന ഹൈറ്റാണ്. ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ബോൾ എടുക്കുന്ന ഹൈറ്റാണെന്ന് നമുക്ക് കിട്ടിയ 20 മീറ്റർ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ഹൈറ്റിൽ അത് പോവും? 20 മീറ്റർ ഹൈറ്റിൽ അത് പോകുന്നു നമുക്ക് കിട്ടി. അവിടെ നമ്മൾ ഫൈനൽ വെലോസിറ്റി 0 കൊടുത്തു. അവിടെ ഇനീഷ്യൽ വെലോസിറ്റി അത് എറിയുമ്പോഴുള്ള ഇനീഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് കൊടുത്തു. അവിടെ ആക്സിലറേഷൻ ഡൗൺവേർഡ്സ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഹൈറ്റ് ആണ് 20 മീറ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് ആണ് നമ്മൾ എറിയുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 25 മീറ്റർ. സോ ഗ്രൗണ്ടിൽ നിന്ന് ഹയസ്റ്റ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഫ്രം ഗ്രൗണ്ട് to highest point is equal to 25 plus 20 is equal to 45 meter. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ബോൾ എറിഞ്ഞിട്ടുള്ള ഹയസ്റ്റ് പോയിന്റിൽ അല്ലെ, ബോൾ എത്തുന്ന ഹയസ്റ്റ് പോയിന്റിലേക്കുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണ്? 45 മീറ്റർ ആണ്. ഫ്രം ഗ്രൗണ്ട് ആണ് ചോദിച്ചതെങ്കിൽ എത്രയാണ്? 45 മീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ ചോദിക്കും. ഓക്കെ, നമ്മളിവിടെ വേറൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ഫ്രം ദി ഗ്രൗണ്ട് വിത്ത് എ സ്പീഡ് ഓഫ് 25 മീറ്റർ പെർ സെക്കൻഡ്. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു റീച്ച് ഇറ്റ്സ് ഹയസ്റ്റ് പോയിന്റ് ആൻഡ് ഹൗ ഹൈ ഡസ് ഇറ്റ് റൈസ്? ടേക്ക് G ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, ചെറിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബോൾ വെർട്ടിക്കലി അപ്വേർഡ്സ് ത്രോ ചെയ്യാണ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? വിത്ത് എ സ്പീഡ് U ഈസ് ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ചോദിച്ചിട്ടുണ്ട് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു റീച്ച് അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ്.
അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ ലോങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈമാണ് അല്ലേ, ഹയസ്റ്റ് പോയിന്റിൽ എത്താൻ എടുക്കുന്ന സമയം. അതേപോലെ ഹൗ ഹൈ ഡസ് ഇറ്റ് റൈസ്, എത്ര ഹൈറ്റിൽ ഇത് റൈസ് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു ബോൾ വെർട്ടിക്കലി അപ്വേർഡ്സ് ത്രോ ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് എൻ ഇനീഷ്യൽ വെലോസിറ്റി ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ഹയസ്റ്റ് പോയിന്റിൽ ഫൈനൽ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു എന്താണ്, 0 ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് g ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. 10 നമ്മളോട് ക്വസ്റ്റ്യനിൽ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ചില കേസിൽ നമ്മൾ 9.8 എടുക്കണം, ചില കേസിൽ ക്വസ്റ്റ്യനിൽ 10 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം, 10 എടുക്കാം. 10 എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ. കാരണം 10 വെച്ചിട്ടുള്ള ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ എന്താണ്, സിമ്പിളാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ, നമുക്കറിയാം ബൈ ഇക്വേഷൻ v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as. ഇവിടെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. സോ 0² ഈസ് ഈക്വൽ ടു 0 ആണ്. ഈക്വൽ ടു u² എന്ന് പറയുമ്പോൾ 25ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു അല്ലേ, മൈനസ് 2gh അല്ലേ, 2 ഇൻറ്റു g നമ്മൾ 10 എടുത്തോളം പറഞ്ഞിട്ടുണ്ട് ഇൻറ്റു എസ് ആണ്. ഓക്കെ, മൈനസ് 2 ഇൻറ്റു 10 ഇൻറ്റു എസ് എന്ന് കിട്ടി. സോ എസ് ഈസ് ഈക്വൽ ടു 25ന്റെ സ്ക്വയർ എത്രയാണ്, 625 ആണ് അല്ലേ, 625. സോ 625 സോറി 0 ഈസ് ഈക്വൽ ടു 625 മൈനസ് നമുക്ക് 2 ഇൻറ്റു 10 20s എന്ന് കൊടുക്കാം അല്ലേ, 20s. അപ്പോൾ ഈ മൈനസ് 20sനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ 20s ഈസ് ഈക്വൽ ടു 625 അല്ലെങ്കിൽ s ഈസ് ഈക്വൽ ടു 625 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും അല്ലേ. 625 ഡിവൈഡഡ് ബൈ 20 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുക അല്ലേ, 60ൽ 3 ടൈംസ് ഇനി 25ൽ 31.2 മീറ്റർ എന്ന് കിട്ടും. ഏകദേശം നമുക്ക് എത്രയാണ് കിട്ടുക, 31.2 മീറ്റർ. അപ്പോൾ എത്ര ഹൈറ്റിൽ അത് എത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ, 31.2 മീറ്റർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ എടുക്കാം അല്ലേ. എസ് ഇസ് ഈക്വൽ എന്താണ്, u² ഡിവൈഡഡ് ബൈ 2g നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ u² ഡിവൈഡ് ബൈ 2g എടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സിൽ ഇക്വേഷൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി ഇതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഹൈ ഡസ് ഇറ്റ് റൈസ്, എത്ര ഹൈറ്റിൽ എന്ത് ചെയ്യും അതെത്തും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ നമുക്കറിയാം v ഈസ് ഈക്വൽ ടു u പ്ലസ് at. ശ്രദ്ധിക്കുക, ഹൗ ഹൈ ഡസ് ഇറ്റ് റൈസ് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ടത് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്, എത്ര സമയം എടുക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ സമയമുള്ള ഇക്വേഷൻ ഏതാണ്, v ഈസ് ഈക്വൽ ടു u പ്ലസ് at ആണ്. അപ്പോൾ ഇവിടെ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഗെയിൻ 0 ആണ്. കാരണം ഒരു ബോൾ മേലോട്ടേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എത്രയാണ്, 0 ആണ്. ആ കാര്യം നിങ്ങളെ മനസ്സിൽ തന്നെ വെക്കുക. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു u മൈനസ് gt അല്ലെ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടേക്കാണ്, അതെന്താണ് g ആണ്. സോ മൈനസ് gt. അപ്പോൾ ഈ മൈനസ് gt ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ gt ഈസ് ഈക്വൽ ടു u അല്ലെങ്കിൽ t ഈസ് ഈക്വൽ ടു u ബൈ g. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, t ഈസ് ഈക്വൽ ടു എന്താണ്, u ബൈ g ആണ്. സോ u ഈസ് ഈക്വൽ ടു നമുക്കറിയാലോ 25 മീറ്റർ പെർ സെക്കൻഡ്. 25 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 2.5 സെക്കൻഡ് എന്ന് കിട്ടും. സോ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് കിട്ടുക, 2.5 സെക്കൻഡ്. അപ്പോൾ എത്ര സമയം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് u ബൈ g ഉപയോഗിക്കാം. ഇനി എത്ര ഡിസ്റ്റൻസ് അല്ലേ, എത്ര ഹൈറ്റിൽ അത് റൈസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ u² ഡിവൈഡ് ബൈ 2g എടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പോൾ നമ്മൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയും സോൾവ് ചെയ്യുന്നത് ബൈ ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അവിടെയുള്ള കേസസ് ശ്രദ്ധിക്കുക അല്ലേ. അവിടെ നമ്മൾ ബോൾ മേലോട്ടേക്ക് എറിയുമ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാവും, അതേപോലെ പിന്നെ ആക്സിലറേഷൻ എന്താണ്, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ് അല്ലേ, നമ്മൾ മേലെ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, അതിൻ്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. ഇത് നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ അത് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്